നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. രണ്ടാം ഘട്ടം നവംബർ 8-നാണ് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഒന്നാം ഘട്ടത്തിലെ എല്ലാ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് പോകണം. ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത്? ചെമ്മീനാണ് മത്സ്യ ഇനത്തിൽ ഉൾപ്പെടാത്തത്. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ഏതാ? വിസരണമാണ്. സ്കാറ്ററിംഗ് മൂലമാണ് ആകാശത്തിന് നീല നിറം ലഭിക്കുന്നത്. 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? അർജന്റീന 3ാമതും കപ്പ് നേടി. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി മെസ്സി തെരഞ്ഞെടുക്കപ്പെട്ടു. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി അനർട്ട് ആണ്. അനർട്ട്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? വില്ലോ മരത്തിന്റെ തടി കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ പ്രൊവിഷണൽ ആൻസർ കീഴിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നാണ് കൊടുത്തത്. അത് ചേഞ്ച് ആവും. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളം. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാ ക്രമത്തിൽ പട്ടികപ്പെടുത്തുക. ആദ്യം നടന്നത് ചമ്പാരൻ സത്യാഗ്രഹം, രണ്ടാമത് ചൗരി ചൗരാ സമരം, മൂന്നാമത് നിസ്സഹകരണ സമരം, നാലാമത് ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം. ഉഷ്ണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? വെസ്റ്റ് ബംഗാൾ ആണ്. വെസ്റ്റ് ബംഗാൾ. ബാരാലാസ്ല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ്. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്ത്? യങ് ഇന്ത്യ എന്ന മാസികയാണ് ഗാന്ധിജി 1931 ആരംഭിച്ചത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 14. ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? 1804. കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഏലം കുന്ന് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാദുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് നാദുല ചുരം സ്ഥിതി ചെയ്യുന്നത്. വാദിക്കാനും ജയിക്കുവാനും അല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? മണിപ്പൂരിലാണ്. കേബിൾ ലാംജാവോ ദേശീയോദ്യാനം. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദ്രാവിഡ ശൈലി. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര്? ക്ലോഡിയ ഗോൾഡിൻ ആണ്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏത്? ബൃഹദീശ്വര ക്ഷേത്രമാണ്. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരെന്തുവാ? കുടുംബശ്രീയാണ്. കുടുംബശ്രീ. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സണായ കവയിത്രി ആരാണ്? സുഗതകുമാരിയാണ്. സുഗതകുമാരി. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? അനുച്ഛേദം 226 ആണ്.
ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിനു മുന്നിലുള്ള സമത്വം നൽകുന്നത്? അനുച്ഛേദം 14. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏത്? മാൻഡമസ് ആണ്. മാൻഡമസ്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 51A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10. ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആര്? വിജയഭാരതി സയാനി. ശ്രീമതി വിജയഭാരതി സയാനി. ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്ന്? 1947 ജൂലൈ മാസം 22. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. അതായത് രവീന്ദ്രനാഥ് ടാഗോർ ഇല്ല. അപ്പൊ ബങ്കിം ചന്ദ്ര ചാറ്റർജി തന്നെയാണ്. കൺഫ്യൂഷൻ ഉണ്ട്, അത് എഴുതിക്കോ. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ്? വിശ്വഭാരതി സർവകലാശാല. 1887 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. വേമ്പനാട് കായൽ. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണ്? PT ഉഷയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? മുതിരപ്പുഴ എന്ന് ഡയറക്ട്ലി തന്നിട്ടുണ്ട്, അത് തന്നെയാണ് ഉത്തരം. മുതിരപ്പുഴ. നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആര്? AK ഗോപാലൻ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏത്? കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. കാവ്യയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ആര്? ചട്ടമ്പി സ്വാമികളാണ്. 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ആര്? മിഥുൻ ചക്രവർത്തി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. പൊയ്കേൽ യോഹനാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി INS അരിഖന്ത് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെ? ശരിയായ ജോഡി VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2ഉം 4ഉമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിൽ. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുറുക്കൽ സമരം നടന്ന സ്ഥലം പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന പയ്യന്നൂരിൽ. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ താരം ആരാണ്? മനു ഭാക്കർ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ? റിക്സിയ ബ്രയോഫൈറ്റയാണ്. മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ്? 270 മുതൽ 280 ദിവസം. തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? DNA ബാർകോഡിംഗ്. താഴെ പറയുന്നവയിൽ ഏത് ഹോർമോൺ ആണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? മെലാട്ടോണിൻ. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച യോഗക്ഷേമ പരിപാടി ഏതാണ്? അനുയാത്ര. ചോദ്യം, ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ. ശരി. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നതു ശരി. വ്യാവസായിക പ്രക്രിയകളുടെ ഉപോൽപ്പന്നങ്ങളാണിവ. ശരി. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാർ ഉണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനം ഏത്? ഭീമയാണ്.
അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ്. വിറ്റാമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ് കാർക്ക് +2/3 ഈ ചാർജ് ഉള്ളതും ഒരു ഡൗൺ കാർക്ക് -1/3 ചാർജ് ഉള്ളതുമാണ്. ഇവിടെ ഈ സൂചിപ്പിക്കുന്ന ഇലക്ട്രോണിന്റെ ചാർജിനെയാണ്. എങ്കിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ക്വാർക്ക് സംയോജനമാകാൻ സാധ്യത ഉള്ളത് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതാണ്? ജലമാണ്. ജലം. 6 kg മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിന്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ത്? എല്ലായിടത്തും 6 kg തന്നെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ജൂൾ/സെക്കൻഡ് ആണ്. സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ -273.15 ഡിഗ്രി സെൽഷ്യസ്, -459.69 ഡിഗ്രി ഫാരൻഹീറ്റ്, 0 കെൽവിൻ. ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണം 0 എന്നതാണ് ശരി. പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായവ ഏതെല്ലാം? ഈ തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ, പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ, 2 മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാങ്കം ആയാൽ, ഇത് 3ഉം ശരിയാണ്. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം E ആണെങ്കിൽ അതിന്റെ ഗതികോർജവും ആകെ ഊർജവും എത്രയാണ്? ഗതികോർജം -E/2, ആകെ ഊർജം E/2. ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീവ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലി ആണ്. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്ത്? മെൻഡലീവ് അറ്റോമിക മാസിനെ അടിസ്ഥാനമാക്കിയും മോസ്ലി അറ്റോമിക നമ്പറിനെ അടിസ്ഥാനമാക്കിയുമാണ് ആവർത്തന പട്ടിക തയ്യാറാക്കിയത്. താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? സിന്നബാറിനെയാണ്. സിന്നബാർ. അടുത്ത മാക്സ് ആൻഡ് മെൻഡലബിലിറ്റി. ഒരു സമചതുരത്തിന്റെ ഒരു വശം 3 സെന്റിമീറ്റർ ആണ്. അതിന്റെ വികർണത്തിന്റെ നീളം എത്ര? 3√2 സെന്റിമീറ്റർ. mod x-1 = mod x-3 ആയാൽ എക്സിന്റെ വാല്യൂ 2 ആണ്. 2, 3, 5 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയുടെ അടുത്ത പദം എന്താ? 7. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 80 സെന്റിമീറ്ററും പരപ്പളവ് 384 ചതുരശ്ര സെന്റിമീറ്ററുമായാൽ വശങ്ങളുടെ തുക എത്ര? 40 സെന്റിമീറ്റർ. ചതുർഭുജം (1) അങ്ങനെയാണെങ്കിൽ ഷഡ്ഭുജം (2) എത്രയാണ്? 3. 1/8 + 1/16 ഇതിന്റെ ദശാംശ രൂപം എന്താണ്? 0.1875. x-2 ഒരു ബഹുപദത്തിന്റെ ഘടകമാണ് എങ്കിൽ P(2), അതായത് എക്സിന് പകരം 2 ഇട്ട് കൊടുത്താൽ മതി. എത്ര വരും? 0 ആണ് വാല്യൂ. അടുത്ത ചോദ്യം, 5 പദങ്ങളുടെ തുക 145 ആയാൽ മൂന്നാം പദം 29. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? പൂർണ്ണവർഗം 5/6 ആണ്. ഇവിടെ ഒരു ശ്രേണി തന്നിട്ടുണ്ട്, ചിത്രശ്രേണിയാണ്. അടുത്തത് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ചോദ്യം, ഒരു മട്ടത്രികോണത്തിന്റെ 2 കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾ എത്ര? 45 ഡിഗ്രി. 3/8 ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 8/3 കിട്ടി എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? 9/64. 3³ 5/5 7/7 ഇവയെ ഓരോന്നിനെയും 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണ്? 1. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 9 ഇന്നിംഗ്സിലായി ശരാശരി 36 റൺസ് എടുത്തിട്ടുണ്ട്. അടുത്ത 2 ഇന്നിംഗ്സിൽ ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി 40 ആകും? 116. 4x = 1024 ആയാൽ 4x x-1ന്റെ വാല്യൂ എത്രയാ? 256. പഞ്ചഭുജം 108 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ നവഭുജം 140 ഡിഗ്രി. 2, 8, 32. അടുത്ത സംഖ്യ ഏതാ? 128. 1/3.2 = 0.3125 ആണ്. അങ്ങനെയെങ്കിൽ 1/0.32 അതിന്റെ വാല്യൂ എത്രയാണ്? 31.25. വിട്ടുപോയ കള്ളി പൂരിപ്പിക്കുക. ഇവിടെ എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം.
25 and 1/2 the whole square value 650 and 1/4. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. അപ്പൊ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് എന്തായാലും പഠിച്ചിട്ട് വേണം അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ പോകാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കമ്പനി LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പുതിയ ബാച്ചുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളാം. അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്